സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്കൊരു വചനം വായിക്കാം. ജോഷുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം, ആദ്യത്തെ അധ്യായം 8-ാമത്തെ തിരുവചനം. നമുക്ക് സുപരിചിതമായൊരു വചനമാണ് ജോഷുവ 1:8. നമ്മുടെ ജീവിതം അഭിവൃദ്ധി പ്രാപിക്കാൻ, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ, നമ്മുടെ ജീവിതം അങ്ങ് വിജയത്തിലെത്താൻ എന്ത് ചെയ്യണം എന്നവിടെ പറയുന്നത്. 3 കാര്യങ്ങളാണ് അവിടെ പറയുക. 3 കാര്യങ്ങൾ. ജോഷുവ 1:8. ജീവിതം ശ്രദ്ധിച്ച്, ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ, പടുത്തുയർത്താൻ 3 കാര്യങ്ങൾ ആ വചനഭാഗത്ത് പറയുന്നുണ്ട്. വായിച്ചേ. എപ്പോൾ വിജയം വരിക്കും നീ? എപ്പോൾ വിജയം വരിക്കും? 1, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. 1, ന്യായപ്രമാണ ഗ്രന്ഥം. അതെന്താണ്? വചനം. വചനം എവിടെ ഉണ്ടായിരിക്കണം? നിന്റെ അധരത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ എന്നാ പറയുന്നത്? രണ്ടാമത്, നീ അതെല്ലാം അക്ഷരം പ്രതി പാലിക്കണം. ലിറ്ററലി നീ അത് പാലിക്കണം. അതിൽ എഴുതിയിരിക്കുന്നത് നീ പാലിക്കണം. പിന്നെന്താ? അതിനെ കുറിച്ച് രാവും പകലും, രാവും പകലും. തമ്പുരാന്റെ കാര്യം, രാത്രി നമ്മുടെ പകലില്ല, രാവും പകലും നീ ധ്യാനിക്കണം. യെസ്, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ സ്വർഗം പറയുന്ന 3 കാര്യങ്ങളാണ്. ന്യായപ്രമാണ ഗ്രന്ഥം, ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത വചനം നിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. എന്താ പറയുക? നിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഈ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ വചനം എന്തൊക്കെയാ ചെയ്യുന്നത്? ഈ വചനം എന്താ ചെയ്യുന്നത്? ഈ വചനം എന്താ ചെയ്യുന്നത്? ഈ വചനം എന്താ ചെയ്യുന്നത്? ചേച്ചി, ചിന്മ ചേച്ചി, ഈ വചനം എന്താ ചെയ്യുന്നത്? ഒരു വ്യക്തിയുടെ ഉള്ളിൽ വചനം നിലനിന്നാൽ വചനം എന്തൊക്കെ ചെയ്യും? സൃഷ്ടിയുടെ പുസ്തകത്തിലേക്ക് വന്നേ. സൃഷ്ടിയുടെ പുസ്തകം, ഉൽപ്പത്തി. സൃഷ്ടിയുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയാണ്. അവള് കണ്ണുപിടിക്കുന്നു. സൃഷ്ടിയുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകമാണ്. 1-ാമത്തെ അധ്യായം. ആദ്യമേ തന്നെ വചനം ക്രിയേറ്റ് ചെയ്യുന്നു. വചനം പുതിയതിനെ ഉണ്ടാക്കുന്നു, ഇല്ലാത്തതിനെ ഉണ്ടാക്കുന്നു. വചനം 1, ശൂന്യതയിൽ, അന്ധകാരത്തിൽ, ഇല്ലായ്മയിൽ ദൈവവചനം ഉണ്ടാക്കുകയാണ്. അവിടെ എല്ലാറ്റിനെയും നിർമ്മിക്കുക, ക്രിയേറ്റ് ചെയ്യുക. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം. അവിടെ എന്നാ പറയുന്നത്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു അല്ലേ? അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു വചനമുണ്ട്. അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു വചനം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. നമുക്ക് എല്ലാവരും പറയും. എന്താ? ആദിയിൽ
വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ ദൈവം എന്താ ചെയ്യുന്നതെന്നാ പറയുന്നത്? ദൈവം അരുളി ചെയ്തു. മൂന്നാമത്തെ വാക്യം, ദൈവം അരുളി ചെയ്തു. എന്തരുളി ചെയ്തു? വെളിച്ചം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഒന്നാമത്തെ വചനം കഴിഞ്ഞ് താഴത്തേക്ക് വരുമ്പോൾ രണ്ടാമത്തെ വചനം എന്താ? ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, അന്ധകാരം നിറഞ്ഞു കിടക്കുന്ന. അപ്പൊ നമ്മളൊക്കെ ശൂന്യാകാശത്ത് പോകുമ്പോൾ എങ്ങനെ ഇരിക്കും? അതുപോലെയായിരുന്നു ഭൂമി. അവിടെ ഈ ക്രിയേഷൻ നടന്നത് എങ്ങനെയാ? വചനം ഉണ്ടാകട്ടെ എന്ന വചനത്താൽ എല്ലാം ഉണ്ടായി. അപ്പൊ ഒന്നാമതായി എന്താ സംഭവിക്കുന്നത്? വചനം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ ആ വചനത്തിന്റെ അഭിഷേകത്തിൽ നമുക്ക് ചിലതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംശയമുണ്ടോ? പാൻക്രിയാസിന് ക്യാൻസർ വന്നിട്ട് അത് അരിപ്പ പോലെ അല്ലേ? എവിടുന്ന ഉപേക്ഷിച്ചു വിട്ട്? അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ഉപേക്ഷിച്ചു വിട്ട സന്തോഷ് മരണത്തോട് മല്ലടിച്ച് മരണം മുന്നിൽ കണ്ട് ദിവസങ്ങൾ എണ്ണിക്കഴിയുമ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്തിലേക്ക് അല്ലേ, ഈ അമ്മയുടെ സന്നിധാനത്തിലേക്ക് അവന് നമ്മൾ കൊണ്ടുപോയത് പാൻക്രിയാസ് എന്ന് പറഞ്ഞ സംഭവം അവന്റെ ഉള്ളിലുണ്ടായിരുന്നില്ല. മാസങ്ങളായി ആഹാരം കഴിച്ചിട്ട് അവിടെ എന്താ സംഭവിച്ചേ? പുതിയൊരു പാൻക്രിയാസ് വച്ച് പിടിപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഒരു സർജറി നടന്നു. ആ സർജറി നടത്തിയത് ആരാ? ആ സർജറി നടത്തിയത് വചനം. വചനം ശരിയാണ്. യേശു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാക്കും. പോയതിനെ തിരിച്ചു പിടിക്കും, നഷ്ടപ്പെട്ടതിനെ വച്ചുപിടിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതല്ലേ യോഹന്നാൻ 11 നമ്മൾ കാണുന്നേ? എന്താ അവിടെ? ലാസറേ പുറത്തു വരിക, പുറത്തു വരിക. വചനം മരിച്ചവനെ ജീവനിലേക്ക് കൊണ്ടുവന്നു, ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസാധ്യ കാര്യങ്ങൾ സാധ്യമാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തില് നമ്മൾ ആരായിത്തീരണം? വചന ബോംബായി മാറണം. എപ്പോഴും പൊട്ടിത്തെറിക്കാവുന്ന രീതിയിൽ വചനം ഫില്ല് ചെയ്ത് നമ്മുടെ ഉള്ളില് ഒരു ബോംബ് പോലെ വചന അഭിഷേകം നമ്മുടെ ഉള്ളില് നിറഞ്ഞ് നിൽക്കണം. ശൂന്യതയിൽ ചിലതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവരാണ് ആര്? ദൈവവചനം. ദൈവവചനം അല്ലേ? അല്പത്തെ ദിവസം നമ്മൾ അങ്ങോട്ട് പോകുമ്പോ നമ്മൾ കാണുന്നുണ്ട്, അവിടുന്ന് ദൈവം വീണ്ടും അരുളി ചെയ്യുന്നു, വീണ്ടും അരുളി ചെയ്യുന്നു, വീണ്ടും അരുളി ചെയ്യുന്നു. ഓരോന്ന് ഇങ്ങനെ നിർമ്മിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി അടുത്തത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ വരുന്നു. സമയമില്ലാത്തതുകൊണ്ട് ഈ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു ദിവസം നമുക്ക് ധ്യാനിക്കാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വചനം നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നമ്മെ അതെവിടെ കിടക്കുന്നേ?
യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം വാക്യം. യോഹന്നാൻ 15:3 വായിച്ചേ. യോഹന്നാൻ 15:3 ഞാൻ ജോഷ 3:5 എടുത്തിട്ട് കാസനെ. ഓക്കെ. ചെല്ലേച്ചി പറയുന്നുണ്ട്. ഉറക്കെ വായിച്ചു ചേച്ചി. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. എന്തിനാണ് ഈ വിശുദ്ധി നമ്മൾ പ്രാപിക്കേണ്ടത്? ഇന്നിന്റെ ഈ ആധുനിക യുഗത്തില് അല്ലേ, ന്യൂജൻ ഈ കാലത്ത് അത്രയൊന്നും അങ്ങോട്ട് വേണ്ട എന്ന് പറയുന്നവരാ. എന്തിനാണ് നമ്മള് വിശുദ്ധി പ്രാപിക്കേണ്ടത്? എന്തിനാ? എന്തിനാണ്? പരമപരിശുദ്ധനായ ദൈവം അല്ലേ, പരമപരിശുദ്ധനായ. ഇനി നമ്മുടെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ സ്വർഗത്തിലെങ്ങും പോകാൻ ഇടയായ നമ്മുടെ ഡ്യൂട്ടി എന്താ? നമ്മുടെ ഡ്യൂട്ടി എന്താ? വെളിപാടിന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം നമ്മുടെ അതോട് നോക്കാമോ? വെളിപാടിന്റെ പുസ്തകം 4-ാം അധ്യായം, വെളിപാട് 4:8. വെളിപാട് 4:8 വായിച്ച്. വെളിപാട് 4:8 എന്താ പറയുന്നത്? ഈ 4 ജീവികൾക്കും നിർത്തി വായിക്കും. ഇതെകൂടെ ഓടുന്നത്. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ദൈവം ആരാ? പരമപരിശുദ്ധനാ, തർക്കമില്ല. ആ ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക് കടന്നു പോകണമെങ്കിൽ എനിക്കെന്ത് വേണം? ആ ദൈവത്തെ മാലാഖമാരോടൊപ്പം പാടി ആരാധിക്കാൻ, പുകഴ്ത്താൻ എനിക്കെന്ത് വേണം? പരിശുദ്ധി വേണം. അപ്പൊ എന്തിനാണ് ഈ വിശുദ്ധി? നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ, നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. അതിനാണ് ഈശോ ഈ വചനം നമുക്ക് തന്നിരിക്കുന്നത്. വെറുതെ കാണാതെ പഠിക്കാൻ വേണ്ടി മാത്രമല്ല, അനുദിനം ഈ വചനത്തിൽ നമ്മള് കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഈശോ പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വിശുദ്ധീകരണത്തിന് ഏറ്റവും തടസ്സമായി നമ്മിൽ നിൽക്കുന്നത് എന്താ? വിശുദ്ധിക്ക് തടസ്സം നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നത് എന്താ? എന്തോ പറക പറ. തെറ്റാനും പറഞ്ഞു. അശുദ്ധിയോ? അല്ല, എന്തുകൊണ്ടാണ്? എന്താ സംഭവം? ഈ വിശുദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഉള്ള ഒരു പ്രധാന തടസ്സമുണ്ട്. അത് സംഭവം ശരിയാ. പക്ഷെ എങ്ങനെയാ വരുന്നത്? ഏതിലേ വരുന്നേ? എങ്ങനെയാ വരുന്നേ? ഏതിലേ വരുന്നേ? ഏതിലേ വരുന്നേ? നമ്മുടെ കണ്ണുകളിലൂടെയാണ് അശുദ്ധി നമ്മിലേക്ക് ആദ്യം കടന്നു വരിക. കണ്ണിലൂടെ. അതുകൊണ്ട് ഈശോ പറഞ്ഞ ലൂക്കാ സുവിശേഷം എവിടെ കിടക്കുന്ന? ലൂക്കാ 11, ലൂക്കാ 11:34. ലൂക്കാ 11:34. 11 വായിച്ചേ. ലൂക്കാ 11:34. ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവനും ഇരുണ്ടുപോകും. ശരീരം മുഴുവനും ഇരുണ്ടുപോകും. ഈ ശരീരം മുഴുവൻ ഇരുണ്ടുപോകുന്ന പറഞ്ഞാൽ
എന്താ അതിന്റെ ബൈബിൾ ഉദ്ദേശിക്കുന്ന മീനിങ്? ബിബ്ലിക് മീനിങ് എന്താ? മുഴുവൻ ഇരുണ്ടു പോകുന്ന പറഞ്ഞാൽ നമ്മൾ അന്ധകാരത്തിലായി പോയി എന്നുള്ളതാണ്. മുഴുവനും കണ്ണ് നോക്കി, കണ്ണ് ദുഷിച്ചാൽ ശരീരം മുഴുവനും ഇരുണ്ടു പോകും. ശരീരം മുഴുവനും ഇരുണ്ടു പോകും. അപ്പോ നമുക്ക് വിശുദ്ധി പ്രാപിക്കേണ്ടത് എവിടെ? ആദ്യം നമ്മുടെ കണ്ണിനാണ് ശരിക്കും ആദ്യം വിശുദ്ധി പ്രാപിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈശോ പിന്നീട് പറയുന്നില്ലേ, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ പുരുഷനെ നോക്കുന്നവൻ ചെയ്തു കഴിഞ്ഞു. നോക്കുന്ന കണ്ണുകൊണ്ടല്ലേ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? ഈ കണ്ണിന്റെ വിശുദ്ധീകരണം. അതിന്റെ മരുന്നെന്താ? വിശുദ്ധീകരിക്കാനുള്ള മെഡിസിൻ എന്താ? എന്താണ്? വചനം. വചനം. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു അല്ലേ? എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഇതെവിടെ ഉണ്ടാകണം? ആദ്യമേ വായിച്ച് ജോഷുവ 1:8 എവിടെ ഉണ്ടാകണം? ന്യായപ്രമാണ ഗ്രന്ഥം അതരത്തിലുണ്ടാകണേ. എവിടെ ഉണ്ടാകണം? ആദ്യം അമ്മ മാതാവ് സംഗ്രഹിച്ചു വെച്ചതുപോലെ നമ്മുടെ ഹൃദയത്തില് ഉണ്ടാകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വചനം നമ്മെ സുഖപ്പെടുത്തുന്നു. വചനം നമ്മെ സുഖപ്പെടുത്തുന്നു. ആ സൗഖ്യം കേവലം നമുക്ക് കിട്ടുന്ന ഒരു ഫിസിക്കലി ഹീലിംഗ് ആണോ? അല്ല. വചനം മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും സുഖപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ രോഗികളും സുഖപ്പെടാത്തത്? എന്തുകൊണ്ടാ സുഖപ്പെടാത്തത്? ആത്മാവിന്റെ രോഗം, ശരീരത്തിന്റെ രോഗമല്ല, ആത്മാവിന്റെ രോഗം. ആദ്യം ആത്മാവിന്റെ രോഗം എന്താ? ആത്മാവിന്റെ രോഗം തളർവാദ രോഗിയോട് ഈശോ പറഞ്ഞു, നിന്റെ വിശ്വാസമൊന്നുമല്ല, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്താ സംഭവിച്ചേ? കിടക്കെടുത്ത് വീട്ടിലേക്ക് പോടാൻ വേണ്ടി. അപ്പൊ അവിടെ രോഗം എവിടെയായിരുന്നു? മനസ്സിലും ആത്മാവിലും രോഗബാധിതനായാൽ ആ ബന്ധത്തിൽ കിടന്നാൽ അതെങ്ങോട്ട് സ്പ്രെഡ് ചെയ്യും? കാലക്രമേണ ശരീരത്തിലേക്ക് സ്പ്രെഡ് ചെയ്യും. ശരീരം തളരും. അപ്പൊ ഈ തളർവാദ രോഗിയുടെ പ്രശ്നം എന്തായിരുന്നു? മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ? പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാ ഈശോ പറഞ്ഞേ, നിന്റെ പാപങ്ങൾ ഒരു തളർവാദ രോഗിയെ കട്ടിലോടുകൂടി പറയാം. ഓക്കെ അല്ലേ? പൊക്കോതൈരായിട്ട് കേട്ടോ. അമ്മയൊന്ന് തൊട്ടുമുത്തിക്കൊണ്ട് പോകും. നിന്റെ കൊന്ത അമ്മയുടെ എഴുതിയിട്ടുണ്ടോ? അതൊക്കെ എപ്പോഴോ വലിച്ചെറിഞ്ഞു. നന്മ നിറഞ്ഞവരെയും ചൊല്ലിക്കൊണ്ട് പോണ വഴി നന്മ നിറഞ്ഞവരെയും പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പോണം കേട്ടോ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോ നമ്മൾ ചിന്തിച്ച് ആ തളർവാദ രോഗിയുടെ രോഗം ആദ്യം വന്നത് എവിടെയാ? അവന്റെ ആത്മാവിലാണ്. അതുകൊണ്ട് യേശുവിനെ പറഞ്ഞത് ആത്മാവിന്റെ രോഗം എന്താ? ആത്മാവിന്റെ രോഗം പാപം. പാപം ആത്മാവിന്റെ രോഗമാണ് പാപം. കുഞ്ഞിക്കേ ഒരു കുഞ്ഞു പാപം പോലും ചെയ്തിട്ടോ. ആ മരിയ വീഴത്തെ പോലെ ജീവിച്ചോളണം. വചനം എന്താ പറയുന്നേ? കർത്താവേ അങ്ങയുടെ വചനം അയച്ച് അങ്ങവരെ സുഖപ്പെടുത്തി. അല്ലേ? 107 സങ്കീർത്തനം, ജ്ഞാനം 16:12. കർത്താവേ മരുന്നോ ലേപനൌഷധമോ ഒന്നുമല്ല, അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ വചനം സുഖപ്പെടുത്തുന്നു. അപ്പൊ എല്ലാവർക്കും എന്തുകൊണ്ടാണ് രോഗശാന്തി കിട്ടാത്തത്? ബിജു, ആത്മാവിന്റെ രോഗം അവിടെ കിടക്കുക. അത് മാറ്റാതെ ശരീരത്തിന് സൗഖ്യം കിട്ടുമോ? കിട്ടത്തില്ല, കിട്ടത്തില്ലെന്നേ. അതില് ഞാൻ കേട്ടെ പത്തെന്ന് പറഞ്ഞ് നടക്കണേ. കാലൊക്കെ നീര് കയറി വെച്ചു. ഇത് വേറെ കാര്യമാട്ടോ. ഇത് കർത്താവ് മിനിയാന്ന് കൃത്യമായിട്ട് സന്ദേശം തന്നു. ഗുളിക കൊണ്ടുപോയി ഒന്നും കഴിച്ചില്ല. അത് മോനെ നീ വെറുതെ കഴിക്കേണ്ട ഒരു കാര്യമില്ല. നിന്റെ മരണം വരെ നിന്റെ ശരീരത്തിൽ ഇത് ഒരു മുള്ളായി ഞാൻ തരും. ഇല്ലെങ്കിൽ നീ എന്നെ മാർക്കും തീർക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞ കർത്താവിനെന്ത്? നീ എന്നെ വിട്ടുപോകും, നീ എന്നെ വിട്ട് പോകും. ഈശോ വിളിച്ച് വേർതിരിച്ച ഒരു വ്യക്തി ഈശോയെ വിട്ടുപോയാൽ ചങ്കുപിടയും. ഈശോയുടെ ചങ്കുപിടയും. നീ എന്നെ വിട്ടുപോകും. അതുകൊണ്ട് ഇതവിടെ ഇരുന്നോട്ടെ, ഇതവിടെ ഇരുന്നോട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുപോലെ വളരെ പ്രധാനം, നമ്മൾ ഇത് തൊട്ട് മുമ്പുള്ള സെഷനുകൾ കണ്ടു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു. വചനം അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്നു, അല്ലേ? അത് ലൂക്ക 9:1 നമ്മൾ തൊട്ട് മുമ്പെടുത്താണ്. നമ്മൾ ആരാധനയ്ക്ക് അഭിഷേക പ്രാർത്ഥന ഏതാടുത്തത്? മത്തായി 8:16, ലൂക്ക 9. അതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല, അതിലേക്ക്. പിന്നെ അടുത്ത നോക്കാം. ഒരു കാര്യം നമുക്ക് പറഞ്ഞിട്ട്, വചനം ഒരു വ്യക്തിയെ അതെടുത്തേ, വചനം അതെടുത്തേ. തിമോത്തി 2 തിമോത്തി 3:15 വചനം ഒരു വ്യക്തിയെ ജ്ഞാനിയാക്കും, പൂർണ്ണതയിലെത്തിക്കും. ജ്ഞാനിയാക്കും, പൂർണ്ണതയിലെത്തിക്കും, സൽപ്രവർത്തിക്ക് പര്യാപ്തി നൽകും. 2 തിമോത്തി 3:15-17 വായിച്ചേ. 2 തിമോത്തി നിന്നെ ജ്ഞാനിയാക്കുന്ന, അങ്ങനെ തുടങ്ങുന്നേ. വിശ്വാസത്തിലൂടെ നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതമെല്ലാം ദൈവം നിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസ്ത്രത്തിനും തെറ്റിദ്ധരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യും. ദൈവഭക്തനായ ഒരു മനുഷ്യൻ. സംശയമുണ്ടോ? നമ്മളൊക്കെ ഭക്തന്മാരിലെ ആണോ? അല്ലെങ്കിൽ പിന്നെ ഇരിപ്പിരിക്കും, അല്ലെങ്കിൽ കൊച്ചുകൾപ്പാകാലത്ത് എനിക്ക് ദേശം പോവോ? നമ്മളൊക്കെ ദൈവഭക്തരാണ്. അപ്പൊ ദൈവഭക്തനായ ഒരു മനുഷ്യൻ പൂർണ്ണതയിലെത്തണമെങ്കിൽ, പരിപൂർണതയിലെത്തണമെങ്കിൽ, അത് കൈവരിക്കണമെങ്കിൽ
എന്തൊക്കെ ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്, എങ്ങനെ അത് കൈവരിക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാ? വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്. എന്നിട്ട് പറയുന്നത് പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും അത് ഉപകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അവിടെയും വചനമാണ് നമ്മളെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്. പൗലോസ് പറയുകയാണ് ശക്തമായിട്ട്, നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിവേശിതമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിവേശിതമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ? മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ വേണം, വേണം. അപ്പോഴേ കൊന്തയൊക്കെ ചെല്ലുമ്പോൾ വചനമൊക്കെ പറഞ്ഞു ശരി കൊന്തെല്ലാം പറ്റുള്ളൂ. ഹൃദയത്തിൽ എന്തുണ്ടാകണം? എന്തുണ്ടാകണം? വചനം ഉണ്ടാകണം. മനസ്സിലായോ? വചനം ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറെ നാളത്തേക്ക് നിന്നോട് ആ യൂട്യൂബ് കട്ട് ചെയ്യാൻ പറയുക. ഹല്ലേലൂയ. യേശുവേ നന്ദി. ചുമ്മാ പറഞ്ഞതല്ല, എന്നോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ആരാധന നടത്തിക്കൊണ്ടിരുന്നപ്പോ യേശു പറഞ്ഞു, മോനെ നിന്നെ അശുദ്ധനാക്കുന്ന പ്രിയപ്പെട്ട ഒരു സംഭവം ഉണ്ട് നിന്റെ കയ്യിൽ. എന്റെ കയ്യിലോ? അതെന്താ? ഇത് തന്നെ. പക്ഷെ എന്താ ഈശോയെ, ഇതില്ലാതെ ജീവിക്കാൻ പറ്റൂ? ഞാന് രാവിലെ ഒരു 10-40 പേർക്ക് വചനം ഇട്ട് കൊടുക്കുന്നുണ്ട്, പ്രാർത്ഥന ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നല്ലത് തന്നെ, നല്ലത് തന്നെ. നീ ഒരു കാര്യം ചെയ്തായി. ആദ്യമായിട്ട് അങ്ങനെ ഒരു അനുഭവം തന്നെ. കണ്ണടച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. FB കട്ട് ചെയ്യാൻ പറഞ്ഞു. FB കട്ട് ചെയ്യാൻ പറഞ്ഞു. എന്താ അത് കട്ട് ചെയ്യാൻ പറഞ്ഞതിന്റെ കാരണം എന്താ? അതിനകത്ത് റെസ്ലിംഗ് വരുന്നുണ്ട്. റെസ്ലിംഗ് മനുഷ്യർ തമ്മിൽ ഇടിക്കില്ലേ? ഒരാളിന്ന് ചിരിക്കട്ട് എനിക്കറിയാം. നല്ല രസമാണ് റെസ്ലിംഗ്. പച്ചക്ക് എടുത്തിട്ട് ഇടിക്കുന്നത് ഇല്ലേ? ഇടല്ലേ? ആത്മാവിനെ പ്രവർത്തിക്കാൻ അത് എതിരാണ്. പിന്നെ ചെറിയ റോള്, റീൽസ്, ഷോർട്ട്, എന്താണ്, ചെറിയ പാട്ടുകൾ, ചെറിയ ഡാൻസ്, ഇതൊക്കെ വരുന്നത് കൈ കൂടുതൽ നമ്മൾ കണ്ട് പോകും. ആത്മാവിനെ പ്രവർത്തിക്കാൻ തടസ്സമാണ്. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഫോൺ ഇപ്പം എൻ്റെ കയ്യിലില്ല. ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയാൽ, ഫോൺ ഞാൻ ഓൺ ചെയ്താൽ അപ്പം തന്നെ അത് കട്ട് കൊണ്ടു കട്ട് പണിയേക്കാം. അങ്ങനെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്ത് നല്ലൊരു സുഖം. പിന്നെ ഈശോയുടെ മുഖത്തേക്ക് നോക്കുമ്പോ ഈശോ എന്തൊക്കെയോ കോശി കാണിക്കുന്ന പോലെ നമ്മൾ നോക്കിയിട്ട്. അതുവരെ അൾത്താരയിൽ വച്ചിരുന്ന വലിയ 10-20 അടി നീളവും ഒരു 15 അടി വീതിയുമുള്ള ഈശോയുടെ കൈ വിരിച്ചു നിൽക്കുന്ന വലിയ ഫ്ലെക്സ് ബോർഡ്. അതിനകത്തേക്ക് നോക്കുമ്പോൾ ഒക്കെ ഞാൻ എപ്പോഴും ഈശോ, നീ എന്തിനാ ഇങ്ങനെ ക്രൂരമായിട്ട് നോക്കണേ? എന്തിനാ ഇങ്ങനെ ക്രൂരമായിട്ട് നോക്കണേ? ഈ സറണ്ടർ കഴിഞ്ഞപ്പോ അതിനുശേഷം പിന്നെ ഈശോയുടെ പോകുന്നില്ല. ഞാൻ പറഞ്ഞു, പിന്നെ കോശി കാണിക്കാറ്, ചിരിക്കുന്നു, കണ്ണടച്ച് കാണിക്കുന്നു. ആള് ചില്ലറ പുള്ളിയല്ലാട്ടോ. ചിലതൊക്കെ കട്ട് ചെയ്യാനുണ്ട്, ചിലതൊക്കെ കട്ട് ചെയ്യാൻ. എന്നിട്ട് ആ സമയം, ആ കാണുന്ന സമയം എന്ത് ചെയ്യണം? വചനം വായിക്കണം. ഒരു വചനമെങ്കിലും വായിച്ചാൽ മതി. അതെന്ത് ചെയ്യും? ഹൃദയത്തിലേക്ക് ആ വചനോടെ വായിക്കാം. ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയ വചനം നിന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി ഹൃദയത്തിന്റെ വികാരങ്ങള്, നിയോഗങ്ങള് എല്ലാറ്റിനെയും വിവേചിക്കും. ഹല്ലേലൂയ. ഹെബ്രായർ 4:12 കണ്ടോ? വചനത്തിന്റെ അഭിഷേകം എന്താ? ശക്തി എന്താ? സമൂലം ഒരു വ്യക്തിയെ എല്ലാ കാര്യങ്ങളിലും
വിശുദ്ധീകരിക്കും. അതാണ് 15:3 യോഹന്നാൻ ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, നമ്മള് 10,000 കൂടുന്ന അല്ലെങ്കിൽ 1000 കൂടുന്ന 500, 100 കൂടുന്ന കൂട്ടം നമ്മുടെ കൂട്ടായ്മ 10, 20, 30 പേരൊക്കെ ഉള്ളൂ അല്ലേ? എന്തിനാണ് ഈ 30 പേരുള്ള കൂട്ടായ്മയിലേക്ക് ഈശോ നമുക്കിതുപോലുള്ള മെസ്സേജുകൾ തരുന്നത്, വചനം തരുന്നത്? എന്തിനാ? ഇത് കേട്ടങ്ങോട്ട് പോയി, വീണ്ടും അടുത്ത ആഴ്ച വന്നു, പുതിയൊരു സംഭവം കേട്ടു പോയി, വീണ്ടും അടുത്ത ആഴ്ച വന്നു, പുതിയ സംഭവം കേട്ട് പോയി. എന്ത് സംഭവിക്കുന്നില്ല? വചനത്താലുള്ള വിശുദ്ധീകരണം സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം ഈ തീരുമാനമെടുത്ത് സറണ്ടർ ചെയ്തിട്ട് ഇന്ന് രാവിലത്തെ ബലിയില് കണ്ണു നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. കുർബാന സ്വീകരിച്ചപ്പോ തേൻ കട്ട വായിൽ വെച്ച് തരുന്ന അനുഭവമായിരുന്നു എന്റെ ഈശോയുടെ ശരീരം സ്വീകരിച്ചപ്പോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് നിന്ന് ചേട്ടനോട് ഞാൻ ചോദിച്ചു, കുർബാന സ്വീകരിച്ചപ്പോ കുർബാന ടേസ്റ്റ് എങ്ങനെയായിരുന്നു അനുഭവപ്പെട്ടത്? ചേട്ടൻ പറഞ്ഞു, ഇന്നലെ സ്വീകരിച്ച പോലെ തന്നെ. ഇന്നലത്തെ ടേസ്റ്റ് എന്തായിരുന്നു? ഇന്നത്തെ ടേസ്റ്റ് സാധാരണ നമ്മള് ഗോതമ്പപ്പം സാധാരണ കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു, ചേട്ടനും എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞു, വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ഇപ്പോഴും വായിലായി ടേസ്റ്റ് കിടക്കുന്നു. പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോ വേണ്ട ഒരുക്കത്തോടെ അത് സ്വീകരിച്ചില്ലെങ്കിൽ കയ്പായിട്ടും പുളിയായിട്ടും സാധാരണ ചപ്പാത്തിയുടെ ടേസ്റ്റ് ആയിട്ടും ഒക്കെ മാറും. ഈ മൈദ കൊണ്ടുണ്ടാക്കുന്ന സാധനം തേൻ കട്ട പോലെ മധുരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. വലിയ ഒരു അനുഭവമായിരുന്നു ധ്യാനം. 5 ദിവസത്തെ ഡുനാമിസ് പവറാണ്, അഭിഷേകം. ഡുനാമിസ് അതൊരു എന്ത് വാക്കെന്നാ പറയുന്നത്? ഡുനാമിസ് ഗ്രീക്ക് വാക്കാണ്. ഡുനാമിസ് പവർ, അനോയിന്റിങ്. അതാണ് അതിന്റെ മീനിങ്. ഹല്ലേലൂയ. സന്തോഷ് ബ്രദർ പറഞ്ഞു, കൂട്ടായ്മയായിട്ട് ബ്രദർ ഒരു ദിവസം ഷെക്കീനയിലേക്ക് വരണം. എത്ര ദിവസം വേണമെങ്കിലും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള പേഴ്സണൽ ആയിട്ടുള്ള ചാപ്പലുണ്ട്. കുർബാന എഴുന്നേറ്റ് വെച്ച് അവിടെ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ ദൈവം നല്ല സാഹചര്യം അവസരവും കൊടുത്തിരിക്കുന്നെന്ന് നോക്കിക്കേ. കർത്താവിന് എന്താ സാധ്യമായിട്ടുള്ള? അത്ഭുതപ്പെട്ടു. ഒരു മാസം 55 ലക്ഷം രൂപ വേണം ആ ചാനലിന് മുമ്പോട്ട് പോകാൻ. ഒരു മാസം 55 ലക്ഷം രൂപ. കേന്ദ്ര സർക്കാരിൽ നിന്ന് ലൈസൻസ് എടുത്തിരിക്കുന്ന വാർത്താ ചാനൽ കൂടിയാ. അങ്ങനെ ഒരു ചാനൽ നമുക്കില്ല, ലോകത്തിലും ഇല്ല. സഭയുടെ വാർത്താ ചാനൽ കണ്ടോ? വെറും ഒരു പ്രീ ഡിഗ്രിക്കാരൻ അല്ല, വെറും ഒരു ഡിഗ്രി പോയി ഡിഗ്രി എന്നിട്ട് പിന്നെ ഡിഗ്രി പോയിരുന്നു. വെറും ഒരു ഡിഗ്രിക്കാരൻ, സാധാരണ ഡിഗ്രി കഴിഞ്ഞിട്ട് തമ്പുരാന്റെ അടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. കർത്താവിന് എന്താ സാധ്യമായിട്ടുള്ളത്? നമ്മുടെ കർത്താവിന് എന്താ സാധ്യമായിട്ടുള്ളത്? വചനം എല്ലാം ചെയ്യും. വചനത്തിൽ വിശ്വസിച്ചു. ആ വചനം ഇതാ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് തുടങ്ങിയപ്പോ ബ്രദർ പറയും 6 കോടി രൂപയുടെ കടബാധ്യത. 6 കോടി രൂപയുടെ കടബാധ്യത. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു കൊടുക്കുക. എന്ത് ചെയ്യും? അറിയുന്നവരുടെയും ശുശ്രൂഷകരെയൊക്കെ വീടിന്റെ ആധാരം പണയം വെച്ച് ബാങ്കിൽ നിന്ന് ലക്ഷങ്ങളെടുത്ത് ചിട്ടി വിളിച്ച് പല രീതിയിലാണ് ഈ 6 കോടി രൂപ ഉണ്ടാക്കിയത്. തുടങ്ങാൻ 6 കോടി രൂപ ചെലവാ ഈ ചാനൽ തുടങ്ങണമെങ്കിൽ. അവർക്ക് കൊടുക്കണ്ടേ? സമയമായിപ്പോ കൊടുക്കാനില്ല. ചങ്ക് പൊട്ടി വിളിച്ച് അപ്പനെ വിളിച്ചു, അമ്മയെ മുറുകെ പിടിച്ചു.
എന്നിട്ട് രാത്രിയുടെ യാമങ്ങളിൽ അമ്മയുടെ സ്റ്റാച്ചു കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നാ പറയുന്നത്. കാരണം ഭ്രാന്ത് പിടിച്ച് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഓർത്ത് പേടിച്ചിട്ട്. കൃത്യമായിട്ട് അശരീരി ബ്രദർ കേൾക്കുകയാണ്, മകനെ നിനക്ക് ഞാനില്ലേ, മകനെ നിനക്ക് ഞാനില്ലേ. ഷക്കീല ആരുടെയാ? എന്റെ അല്ലേ, എന്റെ വിമലഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടതല്ലേ. നിനക്ക് ഞാനില്ലേ, അമ്മയില്ലേ. 3 ആഴ്ചക്കുള്ളില് അത്ഭുതകരമായിട്ട് 10,000, 25,000, 50,000, 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം ഇങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോഴും 1 രൂപ ബാലൻസ് ഇല്ല, 1 രൂപ കടമില്ല. ഹല്ലേലൂയ. കണ്ടോ? ഇപ്പൊ അടുത്ത മാസത്തേക്ക് ഇപ്പൊ ഞങ്ങൾ നമ്മളെ പോലൊക്കെ ഉള്ളവർ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ധ്യാനത്തിന് കൂടിയവര് കൊടുത്തതൊക്കെ ഉള്ളൂ. ഈശോയെ നന്ദി. ദൈവം നടത്തും. വചനം എല്ലാം പൂർത്തിയാക്കും. വചനം എല്ലാം പൂർത്തിയാക്കും. അവന്റെ വചനം എല്ലാം പൂർത്തിയാക്കും. മക്കളെ വിശ്വസിച്ചോ? വചനം വായിക്കാൻ തുടങ്ങിക്കോ. ഹൃദയത്തിലേക്ക് വചനം ഏറ്റെടുത്തോ. പ്രാർത്ഥിച്ചോ. ശക്തമായിട്ട് കർത്താവ് എടുത്ത് ഉപയോഗിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, നമുക്ക് ചലിക്കാം, പ്രാർത്ഥിക്കാം. സമയമായി.